തങ്കം ഇതാര് പറഞ്ഞിട്ട് മേടിച്ചാ? ഇത് നിന്നോട് ഫോൺ ചെയ്ത് ചോദിച്ചിട്ട് നീ മേടിക്കാൻ പറഞ്ഞിട്ടല്ലേ ലില്ലി മേടിച്ചത്? അങ്ങനെയല്ല എന്നെ ഫോൺ ചെയ്ത് ഞാനാണെങ്കിൽ നല്ല തിരക്കിൽ നിൽക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി നല്ല ലാഭത്തിൽ ഇതിങ്ങനെ ഒരു പാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, 600 രൂപ ഉള്ള ചേച്ചി മേടിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വന്ന് നോക്കിയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇങ്ങനത്തെ സാധനമല്ല ഉദ്ദേശിച്ചത്. എന്നിട്ട് പേര് വെച്ച് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ഇത് എനിക്ക് വേണ്ടി ആ കൊച്ചു പ്രത്യക്ഷപ്പെട്ട് കൊണ്ടുവന്നാണെന്നൊക്കെ നിന്നിപ്പോ ആരെങ്കിലും വിളിച്ചെങ്ങോട്ട് നിന്നോട് അഭിപ്രായം പറയാൻ പറഞ്ഞോ? കഷ്ടമാണ് കേട്ടോ ചേച്ചി. ചേച്ചി പറഞ്ഞിട്ടേ അമ്മായും കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷെ നല്ലതല്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ അല്ലാന്നേ. ഒന്നാമത്തെ എന്താ ഈ അന്യായ കാശ് കൊടുത്തിട്ട് നമ്മൾ ഒരു സാധനം മേടിക്കുമ്പോ അതിന് നല്ലതാണോ, അതിന്റെ വിലക്കുള്ള മതിപ്പുണ്ടോ, ഇതിന് വില കൂടുതലാണോ എന്നൊക്കെ അന്വേഷിക്കണം. നല്ലല്ലേ ക്ലീറ്റോ ചേട്ടാ? ഇത് നല്ല കട്ടിയില്ലേ, നല്ല സാധനമല്ലേ? 900 രൂപ എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞ് 600 രൂപയാക്കിയതാണ്. പക്ഷെ അത്രയും വില ഇല്ല ക്ലീറ്റോ. നിനക്ക് ഇതിനു മുമ്പ് പാത്ര കച്ചവടമായിരുന്നു, നീ ഇതിലൊക്കെ അഭിപ്രായം പറയാൻ. ക്ലീറ്റോ 600 രൂപ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ അമ്മാവൻ ഇത് തന്നെ ഇതേപോലത്തെ തന്നെ പാത്രം മേടിച്ചതിന് ഒരെണ്ണത്തിന് 250 രൂപ ഉള്ളൂ. 500 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 2 പാത്രം കിട്ടും. 100 രൂപ എന്റെ കയ്യിലിരിക്കും. ഞാൻ എന്തിനാ 350 രൂപ വെറുതെ കളയുന്നത്? അല്ല, അപ്പൊ നിനക്ക് വേണ്ട? എനിക്ക് വേണ്ട. തീർത്ത് പറയുക? എനിക്ക് വേണ്ട. പിന്നെ ഇല്ലാത്ത കാശ് മുടക്കി മേടിക്കാൻ കഷ്ടമാണ് കേട്ടോ ചേച്ചി. ദൈവം പോലും പൊറുക്കത്തില്ല. ചേച്ചി പറഞ്ഞിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. പൈസ അതിലേക്ക് ഞാൻ ഇവിടെ കുത്തിയിരിക്കും. പൈസ കിട്ടിയിട്ടേ ഞാൻ പോത്തുള്ളൂ. അയ്യോ, അവിടെ ഇരുന്നോ കുത്തിയിരുന്നോ? നീ ഒരു മൈക്ക് സെറ്റും വിളിക്കുന്നത് 2 രാഷ്ട്രീയക്കാരെ ആങ്ങളമാരും ഉണ്ടല്ലോ. അവരെന്റെ കൂടെ ഒന്ന് സമരം ചെയ്യും. അത് മാത്രല്ല, ഞാൻ കുടുംബശ്രീയിൽ എല്ലാവരോടും പറയും, ചേച്ചി ചതിച്ചിയാന്ന്. ചതിച്ചി. നിർത്ത്. നീ ഇതിന്റെ പൈസ കൊടുക്കില്ല? എനിക്ക് വേണ്ട, ഞാൻ കൊടുക്കൂല. ദുഷ്ട. അവനൊരു കാര്യം ചെയ്യാം, എന്തായാലും മേടിച്ചു പോയില്ലേ, ഇതിന്റെ പൈസ ഞാൻ കൊടുക്കാം. അതെ, എന്റെ ഏട്ടൻ വാങ്ങിച്ചതിന് എനിക്ക് അവകാശം. ക്ലീറ്റോ മേടിച്ചത് നിനക്ക്, കനകം മേടിച്ചത് നിനക്ക്. ഇതെനിക്ക് വേണം, ഇതെന്റെ അവകാശം. അയ്യോ, അതെ, ഇത് എനിക്ക് വേണ്ടി ഇവള് മേടിച്ചതാ. അതിന്റെ പൈസ എന്റെ അമ്മാവൻ കൊടുക്കുമ്പോ അത് ഞാനും എടുക്കുന്നു. ഞാനല്ലേ പൈസ കൊടുത്തത്? അമ്മാവൻ എനിക്ക് വാങ്ങിച്ചു തന്നതാ. രണ്ടുപേരും വിട്ടെങ്കിൽ അമ്മാവന്റെ സ്വത്തിൽ എനിക്ക് അവകാശമില്ല. അതെല്ലാവർക്കും ഉണ്ട്. അതെ, എന്റെ സ്വത്തില് നിങ്ങൾക്ക് 3 ആൾക്കും അവകാശമുണ്ട്. വീട്ടില് 2 ഇല്ലേ? നിന്റെ അടുക്കളയിൽ 1 ഇല്ലേ? നിനക്കല്ലേ ഇല്ലാത്ത? നീ എടുത്തോ. കൊള്ളത്തില്ല, ക്വാളിറ്റി ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയുണ്ട്? എന്റെ അമ്മ നല്ല കനമൊക്കെ ഉണ്ട്. എന്താ അമ്മാവാ, ഞാനേ ഇവിടുത്തെ പഴയതില്ലേ, അതിന്റെ ഈ കറുത്ത സാധനം ഇല്ലേ, ഇത് അപ്പടി ഇളകി പോയായിരുന്നേ. അപ്പൊ ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ദോശ ഉണ്ടാക്കുമ്പോ ഇളകി പോരൂല. അപ്പൊ ഇങ്ങനെ ചട്ടുത്തിട്ട് ഇങ്ങനെ കുത്തുമ്പോഴല്ലേ കറുത്ത സാധനം ഒക്കെ ഇളകി പോരും. അതല്ലേ കൊച്ചു തിന്നണ. വല്ല ക്യാൻസർ വന്ന് ചത്തുപോയായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ നമ്മള്? ഇനി അമ്മ നല്ല മുരിഞ്ഞ ദോശ ഉണ്ടാക്കി തരാട്ടാ, ലീറ്ററിന് ഉണ്ടാക്കി തരാട്ടാ. നല്ല നൈസ് ദോശ ഉണ്ടാക്കാം. നല്ല മുരിഞ്ഞ നൈസ് ദോശ ഉണ്ടാക്കാം, കടലാസ് പോലത്തെ. നീ ഇങ്ങനെ തന്നെയല്ലേ ഉദ്ദേശിച്ചത്? തന്നെ നീ ഉദ്ദേശിച്ചു. കണക്ക് ഇഷ്ടായില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, അതിന്റെ 600 രൂപ നീ കൊടുക്കും. എന്നിട്ട് അതിലൊരു 2 നൈസ് ദോശ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് തന്നാ വാങ്ങും. എന്താന്ന്? അല്ല, അനക്ക് ഇഷ്ടപ്പെട്ട് നീ വിചാരിച്ച പോലത്തെ സാധനമാണല്ലോ. അപ്പൊ അതിന്റെ പൈസ നീ ലില്ലിക്ക് കൊടുക്കുക. എന്നിട്ട് അതിൽ 2 ദോശ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് തരാം. ലില്ലിപ്പന്നെ എങ്ങനെയുള്ള ദോശ എന്താ പറഞ്ഞത്? മുരിഞ്ഞ ദോശ 600 രൂപ. അതെ, മുരിഞ്ഞ ദോശ.